ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഞാൻ നിങ്ങളുടെ സ്വന്തം വീട്ടുകാർവസ് ആണ്. അപ്പം നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഫോട്ടോസിന്തസിസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ 2 ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫോട്ടോസിന്തസിസ്. അവിടെ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അത് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് മറന്നു പോകാതെ കറക്റ്റായിട്ട് എങ്ങനെ ഓർത്തെടുത്ത് പഠിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ചെയ്താൽ മതി. ജസ്റ്റ് ഒരു കഥ പോലെ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ജന്മണ്ടെങ്കിൽ മറക്കില്ല. ഓക്കെ, അതായത് കഥയാവുമ്പോൾ നമുക്കറിയാലോ, ഒബിയസ്ലി അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ കഥയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഈ കഥയിലെ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ നിരന്തരം ഇവിടെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പഠിച്ചു നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ആരാണ്? സ്കൂൾ ബാഗ് അല്ലല്ലേ, വള്ളി ട്രൗസർ കിട്ടി നിൽക്കുന്ന ആരാണ്? നമ്മുടെ സ്വന്തം അമീൻ സാറാണ്. അമീൻ സാറാണ് ഈ ഒരു കഥയിലെ ഓക്സിജൻ. ഓക്കെ, ഇനി നമ്മുടെ പ്രിട്ടിവിസ് ആണ് ഈ ഒരു കഥയിലെ ഹൈഡ്രജൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ജെസി സാർ ഈ കഥയിലെ വില്ലനാണ് കേട്ടോ. ഓക്കെ, പക്ഷെ പിന്നീട് പാവമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ജെസി സാർ ആണ് ഈ ഒരു കഥയിലെ സൺലൈറ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ കഥയിലത് ആരാണ് ലാസ്റ്റ് ചുള്ളനായിട്ട് നിൽക്കുന്നത്? അത് നമ്മുടെ അറക്കൽ സാറാണ് ഈ ഒരു കഥയിലെ കാർബൺ ഡൈ ഓക്സൈഡ് പണ്ടേ ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഓരോരുത്തരെ നോക്കി വെച്ചോളൂ. ഓക്സിജൻ, ഹൈഡ്രജൻ, സൺലൈറ്റ്, ഓക്സിജൻ, ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കഥ പഠിച്ചാലോ? റെഡി? സിമ്പിൾ കഥയാണ്, കുറച്ച് സങ്കടം ഉണ്ടാകുന്ന ഒരു കഥയാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് നല്ല സന്തോഷമായിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ കഥ തുടങ്ങാൻ പോകുന്നത് ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രാന LP സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് ഈ ഒരു കഥ നടക്കുന്നത്? നമ്മുടെ ഗ്രാന LP സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ഗ്രാന LP സ്കൂളിലെ 2 കുട്ടികളാണ് ആരൊക്കെ? ഒന്നത് നമ്മുടെ ഓക്സിജനും പിന്നെ അതേപോലെ തന്നെ ഹൈഡ്രജനും. ഇവർ രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭയങ്കര കട്ട കമ്പനിയാണ്. എന്ന് വെച്ചാൽ അത്രയും കട്ട കമ്പനി. ഓക്കെ, ഹൈഡ്രജന്റെ സ്പെല്ലിംഗ് ചെറുതായിട്ട് മാറിപ്പോയല്ലോ. ഹൈഡ്രജൻ. അപ്പൊ ഇവർ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഭയങ്കര കമ്പനിയാണ്. ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുള്ളൂ, എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരുമിച്ചാണ് നടക്കുക. അപ്പൊ അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ കൂടി ചേർന്നിട്ട് എന്താണ്, ഇവരൊരൊറ്റ ടീമായിട്ടായിരുന്നു അറിഞ്ഞിരുന്നത്. അതാണ് എന്ത്? വാട്ടർ. ഇവരൊരു വാട്ടർ എന്ന് പറയുന്ന ഒരൊറ്റ ടീമായിട്ടായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല? നമ്മുടെ ജെസി സാറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ജെസി സാർ നിൽക്കുന്നത് നോട്ടം നോക്കിയൊക്കെ ജെസി സാറിന് തീരെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എന്ത് ചെയ്തു? ജെസി സാറാണ് ആര്? സൺലൈറ്റ് ഇത് തീരെ ഇഷ്ടപ്പെടാണ്ടായപ്പോ എന്ത് ചെയ്തു? സൺലൈറ്റ് നേരെ അവരുടെ ഇടയ്ക്ക് അങ്ങോട്ട് കയറി നിന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവരെ അങ്ങോട്ട് തമ്മിൽ പിരിച്ചു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് നമ്മുടെ ഗ്രാന LP സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്തു? ഈ വാട്ടർ എന്ന് പറയുന്ന ഒരൊറ്റ ടീമായിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ത് ചെയ്തു? ഈ സൺലൈറ്റ് വന്നിട്ട്, നമ്മുടെ ജെസി സാർ വന്നിട്ട് എന്ത് ചെയ്തു? സൺലൈറ്റ് വന്നിട്ട് അടിച്ച് പിരിച്ചു. ഇവർ രണ്ടുപേരും എന്താക്കി? സെപ്പറേറ്റ് ആക്കി. എന്തൊക്കെ ആക്കി? ഇവർ ഓക്സിജൻ വേറെ അതേപോലെ തന്നെ ഹൈഡ്രജൻ വേറെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അടിച്ചു പിരിഞ്ചു മക്കളെ. ഓക്കെ, സങ്കടായി. അപ്പൊ ദേ ഇവിടെ കണ്ടോ, ഇങ്ങനെ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. ആ മുഖത്ത് കണ്ടോ എന്തൊരു സങ്കടം അറിയോ? നമ്മൾ അമീൻ സാറൊക്കെ ഇരുന്ന് കരയുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു ഓക്സിജന് സങ്കടം സഹിക്കുക വയ്യാതെ എന്ത് ചെയ്തു? ഓക്സിജൻ നേരെ പോയി. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഈ സ്കൂളിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഓക്സിജൻ നേരെ എന്ത് ചെയ്തു? നേരെ അബ്രോഡിൽ പഠിക്കാൻ പോയി. ഓക്കെ, അതാണ് എന്ത് ഇവിടെ റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. നേരെ എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. അബ്രോഡിൽ പഠിക്കാൻ പോയി എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓക്സിജൻ നേരെ എന്ത് ചെയ്തു മക്കളെ? ഓക്സിജൻ നേരെ റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയറിലേക്ക് പോയി. അബ്രോഡിലേക്ക് പഠിക്കാൻ പോയി. ഇനി ആ സ്കൂളിൽ നിൽക്കില്ല, ഇനി ഒരു തിരിച്ചു വരവില്ല ശശി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒറ്റയടിക്ക് പോയി. അപ്പൊ ഇത് ഓക്സിജനും കൂടെ പോയപ്പോ നമ്മുടെ ആർക്ക് സങ്കടമായി. നമ്മുടെ ഹൈഡ്രജനെ തീരെ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ആ നിൽക്കണ നിപ്പ് നോക്ക്. അങ്ങനെ ഹൈഡ്രജനെ തീരെ നിൽക്കളില്ല അവിടെ. ഞാനിനി ഓക്സിജൻ ഇല്ലാത്ത സ്കൂളിൽ ഞാനും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഹൈഡ്രജൻ നേരെ എന്ത് ചെയ്തു? ഞാൻ സ്കൂൾ മാറി പോവാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സ്ട്രോമ LP സ്കൂളിലേക്ക് പോയി. ഓക്കെ, എവിടേക്ക് പോയി? സ്ട്രോമ LP സ്കൂളിലേക്ക് പോയി. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്തു? നേരെ സ്ട്രോമ LP സ്കൂളിലേക്കും പോയി. റെഡി അല്ലേ? അപ്പൊ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു. ആര് കാരണമാണ്? സൺലൈറ്റ് കാരണമാണ് അടിച്ചു പിരിഞ്ഞത്. അങ്ങനെ രണ്ടുപേരും 2 വഴിക്കായിട്ട് പോയല്ലേ. ഇത് കണ്ടപ്പോ സൺലൈറ്റിന് ആകെ വിഷമമായി പോയി. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്തു? സൺലൈറ്റ് ആളാകെ മാറി മക്കളെ. ഈ സൺലൈറ്റ് എന്ത് ചെയ്തു? സംഭവം ആള് ലൈറ്റ് എനർജി ആയിരുന്നല്ലോ നമ്മുടെ ജെസി സാർ. സൺലൈറ്റ് പിന്നീട് എന്തായിട്ട് മാറി? ആള് പാവായിട്ട് മാറി. ആളെന്തായി? കെമിക്കൽ എനർജി ആയിട്ട് മാറി. അതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ATP ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ മൊത്തത്തില് ഈ നമ്മുടെ ജെസി സാർ മൊത്തത്തിൽ പാവായിട്ട് മാറി. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ ഇതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, പിന്നീടുള്ള കഥ നടക്കുന്ന എവിടെയാണ്? ഇനിയുള്ള അടുത്ത കഥ നടക്കുന്നത് നമ്മുടെ സ്ട്രോമയിലാണ്. അപ്പൊ ഗ്രാന LP സ്കൂളിലുള്ള കഥ കഴിഞ്ഞ് ഇനി അടുത്ത കഥ നടക്കുന്ന എവിടെയാണ് മക്കളെ? സ്ട്രോമ LP സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. റെഡി? അപ്പൊ അവിടെ നമ്മുടെ ഹൈഡ്രജൻ അവിടെ വന്നിരിക്കുകയാണ് അല്ലെ. ഹൈഡ്രജൻ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തി. പുതിയ സ്കൂളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരാനായിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കല്ലേ, എന്താ ചെയ്യാമെന്നൊന്നും അറിയാണ്ട് നിൽക്കണേ. അപ്പൊ അവിടെ ആര് വന്നു?
ആയിട്ടുള്ള ആരാണ്? യെസ്, ആരാണ്? നമ്മുടെ സ്വന്തം അർക്കൽ സാർ ഒന്നുമല്ലേ? അർക്കൽ സാർ ആരാണ് മക്കളെ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നേരെ വന്നിരുന്നതും എന്താ മോളിസ് സങ്കടമായിട്ട് കാണോ, കുറച്ച് കെയറിങ് തരട്ടെ എന്നൊക്കെ ചോദിച്ചു എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മുടെ പരിചയപ്പെടാനായിട്ട് വരികയാണ് നമ്മുടെ ഹൈഡ്രജനായിട്ട്. പക്ഷെ ഹൈഡ്രജൻ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, അങ്ങനെ ഒരു പരിചയപ്പെടാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരാൾ വരുന്നത്. ആരാന്നറിയോ? ദാ നമ്മുടെ JC സാറ്. അപ്പൊ ആള് ഭയങ്കര മാന്യനാ. ഓക്കെ, അപ്പൊ നമ്മുടെ സൺലൈറ്റ് ഇപ്പൊ എന്തായിട്ട് മാറി എന്ന് പറഞ്ഞു? പാവായിട്ട് മാറി എന്ന് പറഞ്ഞു അല്ലെ? ATP ആയിട്ട് മാറി എന്ന് പറഞ്ഞു അല്ലെ മിസ്? അപ്പൊ അങ്ങനെ ഈ ഒരു ATP എന്ത് ചെയ്തു? ഇനി ഒരേ ഒരു ബന്ധം ഞാനായിട്ട് ഇല്ലാണ്ടാക്കി, ഇനിയും ഞാനൊരു ബന്ധം കൂടി ഇല്ലാണ്ടാക്കണില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നേരെ ഈ പറയുന്ന ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡ്, ഇവർ രണ്ടുപേരല്ലേ ഇപ്പൊ ഇവിടെ ഉള്ള ഈ സ്ട്രോമയിൽ LP സ്കൂളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇനി ഞാൻ കാരണം ഇവരെങ്കിലും ഒന്നിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനും എന്ത് ചെയ്യുന്നു? അവരൊരൊറ്റ ടീമാക്കി മാറ്റുന്നു. ആര് നമ്മുടെ ATPന്റെ സഹായത്തോടു കൂടി ഒരൊറ്റ ടീമായിട്ട് മാറി. എന്നിട്ട് അവരെന്തായിട്ട് ആ ഒരു ടീമിന്റെ പേരെന്താണെന്നറിയോ? അതാണ് ഗ്ലൂക്കോസ്. ഓക്കെ, അങ്ങനെ അവർ ഒരൊറ്റ ടീമായിട്ട് മാറി, ഗ്ലൂക്കോസ് ആയിട്ട് മാറി. അങ്ങനെ പിന്നീട് സന്തോഷമായിട്ട് എന്ത് ചെയ്തു? അവരൊരുമിച്ച് അങ്ങനെ ജീവിച്ചു. ഓക്കെ, ഇത്രയുള്ള ഈ ഒരു കഥ. അപ്പോൾ ഈ ഒരു കഥ എങ്ങനെയുണ്ട്? ആദ്യം കുറച്ച് ട്രാജഡി ആണെന്നുണ്ടെങ്കിലും പിന്നീട് മറ്റേ നല്ല ഹാപ്പി ആയിട്ട് അവസാനിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഗ്ലൂക്കോസ്, ഇതിലിപ്പോ ആരപ്പോ പ്രശ്നപ്പെട്ടു പോയത്? ഓക്സിജൻ പോയി അല്ലെ? നമ്മുടെ പാവണ്ടല്ലോ അമീൻ സാർ പോയി. കണ്ടോ സങ്കടം നോക്കിയേക്ക്. ഇതാണ് ഈ ഒരു കഥ മാത്രം എന്റെ കുട്ടികൾ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഫസ്റ്റത്തെ ഘട്ടം നടക്കുന്നത് എവിടെയാണ് മക്കളെ? ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ലൈറ്റ് ഫേസ് എന്നാ പറയാ. ആ ഒരു ഘട്ടം നടക്കുന്ന ഗ്രാനയിലാണ്. ഗ്രാനയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? വാട്ടർ അത് സൺലൈറ്റ് വന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹൈഡ്രജൻ ആക്കി മാറ്റുന്നു. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? നേരെ സ്ട്രോമയിലേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം എന്താ സംഭവിക്കുക? പിന്നീട് അതിനുശേഷം സ്ട്രോമയിൽ വെച്ചിട്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ATPന്റെ സഹായത്തോടെ കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഇത്രയുള്ള ഈ ഒരു പ്രോസസ് ആണ് എന്ത്? ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ്. കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള ഫോട്ടോസിന്തസിസ്. അപ്പൊ അതിന്റെ ഇവിടെയും കൂടെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഈ പച്ച കളറിൽ കാണുന്നതാണ് എന്ത്? ഇതാണ് നമ്മുടെ ഗ്രാന. ഇതില് ഈ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൽ ഈ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സ്പേസ് ഇല്ലേ, ഇതാണ് നമ്മുടെ സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുക, ഈ പച്ച കളറിൽ കാണുന്ന ഭാഗം. ഓക്കെ, സ്ട്രോമ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, അവിടെയാണ് ഡാർക്ക് ഫേസ് നടക്കുക. ഈ ഗ്രാനയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്ത്? വാട്ടറിനെ സൺലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജൻ ആക്കി മാറ്റിയത്. ഓക്സിജൻ നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്തു. ദെൻ ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്കും പോയി. ഓക്കെ, സൺലൈറ്റ് നേരെ ATP ആയിട്ട് മാറി. റെഡി. ഇനി ഡാർക്ക് ഫേസിൽ എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ സ്ട്രോമയിലാണ് നടക്കുന്നത്. അവിടെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് ATPന്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഇത്രയുള്ളൂ. റെഡി. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് എന്തായാലും എക്സാമിന് നമ്മുടെ ഈ ഒരു ഗ്രാനയിൽ എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ സ്ട്രോമയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ.